ഒരു റെസ്റ്റോറന്റിൽ പോവാ. ഫുഡ് അടിക്കാനല്ലടോ, ഒരു പെണ്ണ് കാണാൻ. ഇവിടെ ഒരാളും മനസ്സിൽ തോന്നിയ പെൺകുട്ടിയുടെ മുഖം വരയ്ക്കുന്നു. ആ പെൺകുട്ടിയാണെങ്കിലോ യഥാർത്ഥത്തിൽ പടം വരച്ച ആളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അതും സംഗീത കോളേജിൽ പഠിക്കുന്നു. ഇതെന്തോന്നടേ, തെലുങ്ക് സിനിമയോ? എടാ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അവളോട് ജസ്റ്റ് ഇപ്പോൾ ചാറ്റ് ചെയ്തേ ഉള്ളൂ. ഇന്ന് അവളുടെ പെണ്ണ് കാണില്ല. എടാ, പെണ്ണ് കാണലല്ലേ ആയിട്ടുള്ളൂ, കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ. നീ കാര്യം തുറന്നു പറയടാ. അല്ലടാ, അതിപ്പോ അതെ, ഈ പെമ്പിള്ളേർക്ക് മുഖത്തൊക്കെ സംസാരിക്കുന്ന ആമ്പിള്ളേരെ ഇഷ്ടം. ഷാരുത തോമസ്, പേര് കൊള്ളാം. അതെ, അവള് ആ ജസ്റ്റ് ഇതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എവിടുന്നാ പയ്യെ? ആളെങ്ങനെയുണ്ട്? നേരത്തെ അറിയുന്നവരാടോ, കുറച്ചു നാളായിട്ടുള്ള അഫെയറാ. ഓ, അടിപൊളി. താൻ ലക്കിയാടോ, ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടിയല്ലോ. അതിന് കല്യാണം കഴിക്കാൻ പോണ ഞാനല്ല. സത്യമായിട്ടും? എടോ, അവരോട് വെയിറ്റ് ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാടോ. ആ, ഓക്കെ 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 ഓക്കെ, ബൈ. യെസ്, വന്നല്ലോ. ഇതാ എൻ്റെ ഇളയാണ് ചാരു. ദീപു പറഞ്ഞിരുന്നു ഡാൻസ് പഠിക്കണല്ലേ? ആ അതെങ്കിലേ, BA മോഹിനിയാട്ടം. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഡാൻസ് കാണാൻ അങ്ങോട്ട് വന്നാ മതിയല്ലോ. മൂത്തവൾക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം, ഇവൾക്ക് ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ കല്യാണത്തിന് എൻ്റെ കുടുംബക്കാരും സഹകരിക്കില്ല. ചിലപ്പോൾ പള്ളിയിൽ നിന്നും താക്കീത് വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വലുത് എൻ്റെ മോളുടെ ഇഷ്ടമാണ്. ആര് സഹകരിച്ചില്ലേലും ഞാൻ ഈ കല്യാണം നടത്തും. ഇവിടെ മോശമൊന്നുമല്ല, പള്ളിയും പള്ളിക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമൊന്നുമല്ല. ഞങ്ങളുടെ കൂട്ടരും എന്തേലും പ്രശ്നം കൊണ്ടുവരും. അതൊക്കെ ഇന്നത്തെ കാലത്ത് ആര് നോക്കാനാ? എന്നാ പിന്നെ ഞങ്ങൾ ഒരു ദിവസം കുറിച്ച് ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. സാറോടെ വേറെന്തെങ്കിലും? മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും വേണ്ട. അത് പറ്റത്തില്ല. കല്യാണ പെണ്ണിന്റെ അനിയത്തിയെ പട്ടിണി കിടാൻ പറ്റത്തില്ല, ദേവദോഷം ഉണ്ടാവും. എന്നൊരു ചായ മതി. എന്നൊരു ചായ. ഓക്കെ സാർ.